ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകണവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത വളർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറഞ്ഞിരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ നാലോചിച്ചോ. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്തിൽ, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്രയും 56% ഇല്ലല്ലോ. ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ നാളെ പേര് നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടു നടന്നില്ലേ അങ്ങനെ ഒരുപാട് നാൾ. ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നു സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുകയാണ്. എന്തിന്? എൻ്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എന്നെ പോലും കത്തിക്കാൻ സാധിക്കും. കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എൻ്റെ കോലം എന്തിന് കത്തിക്കുന്നു? എന്നെ കത്തിയത്. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അണയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോപാലനെ രക്ഷിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോപാലൻ്റെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാലകൃഷ്ണൻ്റെ വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പലരും. ആ ഗോപാലൻ്റെ പരശുരാജാവിനെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവ് ചെയ്ത് എന്നോട് പാവപിടിച്ച ഈഴവ സമുദായത്തോട് നിങ്ങൾ ക്രൂരത കാട്ടിക്കും പറയണമല്ലോ. കോൺഗ്രസ് എവിടെയാണ്? ലീഗിൻ്റെ തടവറയല്ലേ? കോൺഗ്രസ് എന്നൊരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനോട് ചോദിക്കാൻ എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഈ ലീഗായാലും തിരക്കില്ല, ലീഗ് കോൺഗ്രസ് നമ്മൾ ലീഗിൻ്റെ തടവറയിലാണ്. അപ്പോൾ ലീഗിൻ്റെ തടവറയിൽ നിൽക്കുന്ന കോൺഗ്രസ്സിനെ ലീഗിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നില്ലേ?